പവിത്രത്തിൻ്റെ നാളത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുന്നതിന് വേണ്ടി വേദ പറഞ്ഞതനുസരിച്ച് വിക്രം ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ രാജേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ഷോപ്പിൽ ചുമടെടുക്കുന്ന ജോലിക്കാണ് പോകുന്നത്. പരിചയമില്ലാത്ത ജോലി ആയിരുന്നിട്ട് കൂടി വിക്രം നന്നായി പണിയെടുക്കാൻ ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ ജോലി എടുക്കുകയാണ്. ഇത് കാണുന്ന കടയുടെ ഓണർ മാനേജറോട് പറയുന്നുണ്ട്, ഇത് പുതിയ ആളാണോ, നന്നായി പണിയെടുക്കുന്നുണ്ടല്ലോ, ഒരു മിനിറ്റ് പോലും ഇരിക്കുന്നില്ല, ഇപ്പോഴും ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ജോലി കഴിഞ്ഞ് കുറച്ച് വൈകിട്ടാണെങ്കിൽ കൂടി രാത്രി വിക്രം പൈസ വാങ്ങി അച്ഛനൊരു മുണ്ട് ഷർട്ടും അമ്മയ്ക്കൊരു സാരിയും എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കയറി ചെല്ലുകയാണ്. എല്ലാവരും തന്നെ ഹാളിലിരിപ്പുണ്ട്. അപ്പോൾ വിക്രം കവറുകൾ നീട്ടി അമ്മയുടെ അടുത്തും പറയുന്നുണ്ട്, അമ്മേ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ച തുണികളാണ്, ഞാൻ ഇത് പണിയെടുത്ത് ഉണ്ടാക്കിയതാണ് എന്നിങ്ങനെ പറയുകയാണ്. കമലാമ്മ അത് മേടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും മാഷ് ഇത് വാങ്ങിച്ചങ്ങ് വലിച്ചെറിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ, വീണ്ടും വീണ്ടും ഇതെന്തിനാണ് ആവർത്തിക്കുന്നത് കമല, ചോര മണക്കുന്ന കാശ് കൊണ്ട് വാങ്ങിച്ചാലേ ഞങ്ങളതൊരിക്കലും സ്വീകരിക്കത്തില്ല, അധ്വാനിച്ചുണ്ടാക്കാൻ പറ കമലേ എന്നും പറഞ്ഞുകൊണ്ട് മാഷങ്ങ് അകത്തേക്ക് പോവുകയാണ്. നമ്മുടെ വിക്രമിനും വേദയ്ക്കും നല്ല വിഷമമാവുന്നുണ്ട്. വേദയ്ക്കറിയാം ഇത് വിക്രം ജോലി ചെയ്തുണ്ടാക്കിയതാണെന്ന്. വിക്രമാണെങ്കിൽ വേദയുടെ മുഖത്തേക്ക് ഒരു ദയനീയമായ അവസ്ഥയിൽ ഇങ്ങനെ നോക്കുകയാണ്. നീ പറഞ്ഞിട്ടല്ലേ ഇതെല്ലാം ഞാൻ ചെയ്തത്, എന്നിട്ടും അച്ഛനും അമ്മയും ഇത് നിഷേധിച്ചല്ലോ എന്നുള്ള മട്ടിലാണ് വിക്രം ഇങ്ങനെ നോക്കുന്നത്. നന്ദിനിയാണെങ്കിൽ നല്ല സന്തോഷത്തിലിരിക്കുകയാണ്. ഒരു ജോഡി ഡ്രസ്സും കൂടി തനിക്കും വിനയനും കിട്ടുമല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും വേദ വന്ന് കമലാമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, അമ്മേ ഇത് വിക്രം സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിയതാണമ്മേ, ഇത് വിശ്വസിക്കാം, എനിക്കറിയാവുന്നതാണ്. ഒരു റെസ്റ്റുമില്ലാതെ വിക്രം ഇത്രയും നേരം ജോലി എടുത്തുകൊണ്ട് ഉണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാണ് അമ്മയെന്നിങ്ങനെ പറയുമ്പോഴാണ് കമലാമ്മ വിക്രമിനെ ശ്രദ്ധിക്കുന്നത്. വിക്രമാണെങ്കിൽ ജോലി കഴിഞ്ഞ അതേ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ഡ്രസ്സെല്ലാം മുഷിഞ്ഞിരിക്കുകയാണ്. വേഗം ചെന്ന് മോനെ, എൻ്റെ പൊന്നു മോനെ എന്നും പറഞ്ഞുകൊണ്ട് വിക്രമിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയാണ്. ഇത് നീ ഇത്രയും കഷ്ടപ്പെട്ട് എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നതല്ലേ, അമ്മ സ്വീകരിക്കടാ, അമ്മയ്ക്ക് വേണം, അമ്മ നാളെ ഇത് അണിഞ്ഞുകൊണ്ട് നിന്നോളാം എന്നൊക്കെ പറഞ്ഞ് കവർ മേടിക്കുകയാണ് വിക്രമിൻ്റെ കയ്യിൽ നിന്ന്. പിന്നീട് കമലാമ്മ ഡ്രസ്സുമായി അകത്തേക്ക് ചെന്ന് മാഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മാഷേ ഇത് നമ്മുടെ മോനെ അധ്വാനിച്ചുണ്ടാക്കിയ കാശ് കൊണ്ട് വാങ്ങിച്ചതാട്ടോ, അല്ലാതെ തല്ലും പിടിയും നടത്തിയിട്ട് ആ കാശ് കൊണ്ട് വാങ്ങിച്ചതല്ല, അതുകൊണ്ട് തന്നെ ഞാനിതണിയാം, ഈ സാരി ഉടുത്തുകൊണ്ട് വരാൻ വേണ്ടി പോവുക, മാഷ് ഇത് ഇടണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് മാഷിനുള്ള ഡ്രസ്സ് അവിടെ വെക്കുകയാണ്. കമലാമ്മ എന്നിട്ട് സാരി ഉടുത്തുകൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് മാഷിനോട് ചോദിക്കുന്നുണ്ട്, മാഷേ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ മാഷ് നന്നായിട്ടുണ്ട്, നിനക്ക് നന്നായി ചേരുന്നുണ്ട് എന്ന് പറയുകയാണ്. കമലാമ്മ വേഗം തന്നെ ഫോൺ എടുത്തുകൊണ്ട് വന്ന് സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് കമലാമ്മ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ മാഷ് വിക്രം കൊടുത്ത മുണ്ടും ഷർട്ടും ഇട്ട് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ഒരു പുഞ്ചിരിയോടുകൂടി. കമലാമ്മയ്ക്കപ്പം മനസ്സിലാവുന്നുണ്ട് മാഷിന് ഒത്തിരി സങ്കടമുള്ളത് വിക്രം ഇങ്ങനെയൊക്കെ നടക്കുന്നത് കൊണ്ട് മാത്രമാണ്, മനസ്സിൽ നിറച്ച് അവനോടുള്ള സ്നേഹമാണെന്ന് കമലാമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പിന്നീട് വേദ വിക്രമിൻ്റെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് വിക്രം ദേഹം ആകെ സകലം വേദന അനുഭവിക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ കൈയും കാലമൊക്കെ ഇങ്ങനെ കുടയുന്നതാണ് കാണുന്നത്. പിന്നീട് ഷർട്ട് ഊരി നോക്കിയപ്പോൾ പുറത്ത് ഒരു കയ്യിൽ ഒരു വശത്ത് മുറിവ് കാണുകയാണ് വേദ പിറകിൽ വരുന്നതൊന്നും വിക്രം കാണുന്നില്ല. അടുത്ത് വന്ന് വേദ മുറിവിൽ തൊട്ട് നോക്കിയപ്പോൾ വേദന എടുത്തുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിറകേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വേദയെ കാണുകയാണ്.